Celebrating 50 years. Majestic Jewelers. വിശദമായ വാർത്തകളിലേക്ക്. തിരൂരിലെ തൂണിൽ നിൽക്കുന്ന 3 പാലങ്ങൾക്ക് ശാപമോക്ഷമാകുന്നു. പാലം പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. തിരൂർ തവനൂർ മണ്ഡലങ്ങളിലെ വിവിധ പൊതുമരാമത്ത് പദ്ധതി പ്രദേശങ്ങൾ മന്ത്രി സന്ദർശിച്ചു. തിരൂരിലെ പൂർത്തീകരിക്കാത്ത പാലവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിക്കുന്നതായി മന്ത്രി പറഞ്ഞു. തിരുത്താഴെപ്പാലത്തെ പുതിയ പാലം പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരൂർ തവനൂർ മണ്ഡലങ്ങളിലെ വിവിധ പൊതുമരാമത്ത് പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരൂർ നഗരത്തിലെ പൂർത്തീകരിക്കാത്ത പാലവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീരദേശ റോഡ്, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം എന്നീ റോഡ് സഞ്ചരിക്കുന്നവർക്ക് ഈ പാലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പലവിധ കാരണത്താൽ വർഷങ്ങളായി ഇവ മുടങ്ങിക്കിടക്കുകയാണ്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും തിരൂർ നിവാസിയുമായ വി അബ്ദുറഹ്മാൻ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കുറുക്കോളി മൊയ്തീൻ MLA നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവരികയും വിഷയത്തിന്റെ പ്രാധാന്യം തന്നെ അറിയിക്കുകയും വിവിധ സംഘടനകൾ നിവേദനങ്ങളും പരാതികളും നൽകിയതായി മന്ത്രി പറഞ്ഞു. ഇതെല്ലാം പരിഗണിച്ച പാലം അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും വളരെ വേഗത്തിൽ പ്രവൃത്തി പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആ ഒരു നിലയിൽ ഇത് കുറേ കാലമായി പല കാരണത്താൽ മുടങ്ങിക്കിടക്കുന്നു. അതിൻ്റേതായ ഗൗരവത്തിൽ ഈ വിഷയത്തെ കണ്ട് ഇടപെടാനാണ് തീരുമാനിച്ചത്. ഇവിടുത്തെ MLAയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ അബ്ദുറഹ്മാനും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇവിടുത്തെ MLA നിയമസഭയിലും ഈ വിഷയം കൊണ്ടുവന്നിരുന്നു. അപ്പം അതുകൊണ്ട് അതേ അർത്ഥത്തിൽ ഇത് കണ്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾ ഉടനെ തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളാനുള്ള ശ്രമമായിരിക്കും ഇതിന് ശേഷം. മന്ത്രിയോടൊപ്പം കുറുക്കോളി മൊയ്തീൻ MLA, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ P രാമൻകുട്ടി, CPM ജില്ലാ സെക്രട്ടറി അംഗം E ജയൻ, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് S ഗിരീഷ്, പൊതുമരാമത്ത് ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാമകൃഷ്ണൻ, റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഷ്റഫ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഷാഫി, AEമാരായ രാജേഷ്, മൊയ്തീൻകുട്ടി, ദേശീയപാത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൽ അസീസ് എന്നിവരും സംബന്ധിച്ചു.